ജികെയോടൊപ്പമുള്ള ജീവിതം എത്ര സന്തോഷകരമായിരിക്കുമെന്ന് ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ അയാൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? താനെന്താ കമ്പനിയുടെ ഓണറാ? ഇഷ്ടമുള്ളപ്പോ കയറി വരാൻ. ആഫ്റ്റർ ഓൾ ഒരു സെക്രട്ടറി, ആ ലിമിറ്റേ തനിക്ക് ഇവിടെ ഉള്ളൂ. നിന്റെ ബോസാടി, അല്ലല്ല നിന്റെ ലവർ. ഇതെന്റെ കഴിവുകേടായി തോന്നുന്നുണ്ടെങ്കിൽ ജോലിന്ന് ഞാൻ പറഞ്ഞയക്കാം. എന്താ ഇത്? എന്റെ റെസിഗ്നേഷൻ. ദുരഭിമാനം, സെൽഫ് റെസ്പെക്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ബോസ് അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാൻ ക്ഷമയില്ലാതെ സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത്രയ്ക്ക് ക്ഷമയൊന്നും എനിക്കില്ല. അത്രയും ക്ഷമ ഉണ്ടാവണമെങ്കിൽ ബോസിനോട് ബഹുമാനം ഉണ്ടായിരിക്കണം. ഞാൻ ആർക്കാണോ ഇത്രത്തോളം റെസ്പെക്ട് കൊടുത്തത് അതേ ആള് തന്നെ അത് ഇല്ലാതാക്കിയത് കൊണ്ടാ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. തനിക്ക് എവിടുന്ന് കിട്ടും ഇത്രയും സാലറിയും സ്റ്റാറ്റസും റെസ്പെക്റ്റും ഒക്കെ? അതൊന്നും ആരും വെറുതെ തന്നതല്ലല്ലോ. അത്രമാത്രം വിശ്രമമില്ലാതെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു സെക്രട്ടറിയെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് കിട്ടുന്നത് ഏത് ബോസായാലും നിങ്ങളെക്കാൾ ഭേദമായിരിക്കും. സോറി അനു, അന്നേരത്തെ ദേഷ്യത്തന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കേ. താൻ ജോലി കളയരുത്. താൻ പോയാൽ ഈ കമ്പനി തന്നെ പൊട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാൻ പറയുമെന്ന് വിചാരിച്ചല്ലേ? നെവർ. ദുരഭിമാനം കൊണ്ടുള്ള തന്റെ എടുത്തിയാട്ടത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കാൻ പോകുന്നത്. ദുരഭിമാനം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈഗോയും ഉണ്ട്. എന്റെ സോഷ്യൽ സർവീസ് കണ്ട് എന്നെ വിളിച്ച് നിങ്ങൾ ജോലി തന്നു. അതേ കാര്യത്തിന് ഇപ്പൊ ശിക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്റെ സ്വഭാവം ഞാൻ മാറ്റില്ല. എന്താ കട്ടിങ്ങാ? ഈ രാജിക്കത്ത് ഒരു മാസത്തേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അതിനകം തന്റെ തീരുമാനം മാറ്റി ജോലിയിൽ തിരിച്ചു കയറുകയാണെങ്കിൽ ഈ രാജിക്കത്തിന്റെ കാര്യം തൽക്കാലം നമ്മൾ മാത്രമേ അറിയാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ തന്റെ സെക്രട്ടറി പോസ്റ്റിൽ വേറെ ആളുകൾ. എന്റെ തീരുമാനം മാറില്ല. ഒരു മാസത്തിനകം നിങ്ങൾ തന്നെ വന്ന് എന്നെ തിരിച്ചു വിളിക്കും. അത് ഗ്യാരണ്ടി. നമുക്ക് നോക്കാം. ചാർലി, പുതിയ സെക്രട്ടറിക്ക് വേണ്ടി പേപ്പറിൽ ഒരു ആഡ് കൊടുക്ക. എടി, എല്ലാവരും അവരെ സ്നേഹിക്കുന്നവർക്ക് ലവ് ലെറ്ററാ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വല്ല ഗിഫ്റ്റും വാങ്ങി കൊടുക്കും. നീയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്ററും കൊടുത്തിട്ട് വന്നിരിക്കുന്നു. വിവരം ഉണ്ടോടി നിനക്ക്? ഇപ്പോഴും വൈകി പോയിട്ടില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. നിന്റെ ബോസ് നല്ല മൂഡിലിരിക്കുന്ന സമയം നോക്കി ഐ എം സോറി സർ, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ആ റെസിഗ്നേഷൻ ലെറ്റർ കീറിക്കളഞ്ഞേക്കെന്ന് പറഞ്ഞ പോരെ? ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ അയാള് കരുതും ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണെന്ന്. നിന്റെ ബോസിന് നിന്നെ വലിയ ഇഷ്ടാ. അതുകൊണ്ടല്ലേ നീ റിസൈൻ ചെയ്തിട്ട് പോലും കമ്പനി ബൈലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു മാസം കൂടി നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നീ റിസൈൻ ചെയ്തെന്ന് കരുതി അയാൾക്ക് വേറെ സെക്രട്ടറി കിട്ടാഞ്ഞിട്ടാണോ? എനിക്ക് പകരം ആര് വന്നാലും ഇയാളുടെ ഈ സ്വഭാവത്തിന് 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല. നിനക്ക് ഇയാളെ കുറിച്ച് എന്തറിയാം? നമ്മൾ നല്ലത് ചെയ്താൽ മനസ്സിലാക്കില്ല, തെറ്റ് ചെയ്താൽ ജീവിതകാലം മുഴുവനും അതും പറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് മൈ ബോസ് GK. ജി എന്നാൽ ഗർവ്, കെ എന്നാൽ കുറുമ്പ്. ബൈ. അപ്പൊ അങ്ങനെയാണല്ലേ? ചാർലി സർ, നിങ്ങൾ എന്റെ ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 3 വർഷമായി സർ. സുനിൽ, നീ എന്റെ കൂടെ കൂട്ടിയിട്ട് എത്ര വർഷമായിട്ടാ? ചേട്ടൻ വള്ളി കയറിട്ട് നടക്കുമ്പോ ഞാൻ അതുപോലും ഇല്ലാത്ത സമയത്ത് ഒന്നുമില്ല. എന്റെ ഈ സ്വഭാവത്തിന് ആർക്കും എന്റെ കൂടെ 2 ദിവസം പോലും ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഇത്രയും കാലം എങ്ങനെ ജോലി ചെയ്യുന്നൊരു ഡൗട്ട്. അല്ലെങ്കിൽ തന്നെ എന്റെ പേര് GK. ജി എന്നാൽ ഗർവ്, കെ എന്നാൽ കുറുമ്പ്. അതാരാ ചേട്ടാ ചേട്ടനെ കുറിച്ച് അനാവശ്യമൊക്കെ പറഞ്ഞു? അവനെന്റെ കൈ ആവേശം കാണിക്കാടാ. അങ്ങനെ പറയുന്നവർക്ക് കട്ടിങ് ഇത്തിരി കൂടുതലാ. എന്ത് കൂടുതലാ? കട്ടിങ്. എന്നാലും ആരാ സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ. ഞാനറിയാതെ ഇത്ര കട്ടിങ് ഉള്ള ഒരു ഫ്രണ്ട് ഉള്ളത്. അനു. അനു, ഒരു സെക്കൻഡ്. എനിക്ക് അർജന്റായിട്ട് ഇന്നലത്തെ റിയൽ എസ്റ്റേറ്റ് കട്ടിങ് വേണം. ഓക്കെ സർ. ഒരു കട്ടിങ് ക്രോണൈഡിൽ നിന്നുകൂടി, യെസ് സർ. വേറൊരു കട്ടിങ് അതേ ദിവസത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നുകൂടി വേണം. അർജന്റായി 2 മിനിറ്റിനുള്ളിൽ കട്ടിങ്സ് എല്ലാം എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഹലോ അനു, എന്ത് ചെയ്യുന്നു? സാർ പറഞ്ഞ പേപ്പർ കട്ടിങ്സ് ഒക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്റെ കുറുമ്പ് കൂടി കുറച്ച് കട്ട് ചെയ്യും. കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ടാച്ച് കൃഷ്ണയിൽ പാർട്ടി ഉള്ളതല്ലേ? അവര് സെക്രട്ടറിയെ കൂട്ടി വരാൻ പറഞ്ഞതാ. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
ഫ്രണ്ടുമായിട്ടാ പോകുന്നത്. ആഹാ, വളരെ നന്നായി. ഫ്രണ്ട് താനാ. ഞാൻ ഗർവും കുറുമ്പുമായി വരാം. താൻ നന്നായി ഡ്രസ് ചെയ്ത് ഗ്ലാമറസ് ആയിട്ട് വാ. വരാം. നിന്നെ വീഴ്ത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷംഷാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് കോൺട്രാക്ട് ടെൻഡറിന് വേണ്ടി ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നു. ഇതുവരെ നമ്മൾ വലിയ കമ്പനികളിൽ നിന്നും 50 കോടി 60 കോടി സബ് കോൺട്രാക്ടറാണ് എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ മൈ ബിസിനസ് ഞാൻ ഈ കോൺട്രാക്ട് സ്വന്തമായി എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് റിസ്ക് ആണ് സാർ. ഇത്ര വലിയ കോൺട്രാക്ടിന് വേണ്ടി നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കോൺട്രാക്റ്റുകൾ വിടേണ്ടി വരും. അത് നമുക്ക് ദോഷം ചെയ്യും. നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. ആവശ്യത്തിലേറെ സമ്പാദിച്ചു. ഇനി നമുക്ക് വേണ്ടത് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. GK കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കൺസ്ട്രക്ഷൻ കമ്പനി ആവണം. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. എത്ര കഷ്ടപ്പെട്ടായാലും നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം. ഇനി നമ്മുടെ ലക്ഷ്യം ഇത് മാത്രമാണ്. ഇപ്പൊ തന്നെ പേപ്പർ വർക്ക്സ് തുടങ്ങിക്കോളൂ. ഗെറ്റ് ഗോയിങ്. അനു, get up. സർ, ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറുണ്ട്, നോക്കിക്കോളൂ. Okay, sir. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ പ്രോഗ്രാം? പുതിയ സെക്രട്ടറി പോസ്റ്റിന് ഇന്റർവ്യൂവിന് ചിലർ വന്നിട്ടുണ്ട്. ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ തുടങ്ങായിരിക്കും. 1 by 1 വരാൻ പറയും. ഇനിയെങ്കിലും എന്നോട് പോണ്ടെന്ന് പറഞ്ഞൂടെ? ഓക്കെ സർ. ഹലോ സാർ. ഹലോ സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. ഓക്കെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി തനിക്ക് എന്നോട് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന്. ലൈഫിൽ എന്തെങ്കിലും നേടണമെന്ന് ലക്ഷ്യബോധമുള്ള തന്നെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള വേറെ ആരും കിട്ടിയില്ലേ? ഞാനല്ലല്ലോ ആരെയും വിളിപ്പിച്ചത്. എന്നെ പോലൊരു സെക്രട്ടറിയെ നിങ്ങൾക്ക് കിട്ടില്ല സർ. സാർ, ഇന്റർവ്യൂവിന് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? ഏജ് എത്ര? 85 ജസ്റ്റ് ബിലോ 18. എന്നാ വരാൻ പറ. ഓക്കെ സാർ. I'm Shruti. ഹലോ, ദാറ്റ്സ് ആൻഡ്രാധ, മൈ ടെമ്പററി സെക്രട്ടറി. ഹായ്. ഹായ്. താൻ എവിടെയാ പഠിച്ചത്? സാറ് പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ സാർ ഞാനും പഠിച്ചത്. സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അന്ന് മുതലേ ഞാൻ സാറിന്റെ വലിയ ഫാനാ. ഓ റിയലി? ഇൻട്രസ്റ്റിംഗ്. സാർ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2005 മാർച്ച് 30th. 2006 സാറിന് ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ അവാർഡ് കിട്ടിയില്ലേ? 2006 ജാനുവരി ഇഷ്യൂവിൽ ബിസിനസ് ഇന്ത്യ മാഗസിനിലാണ് സാറിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ വന്നത്. കവർ പേജിൽ വന്ന സാറിന്റെ ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട് സാർ. ഇതുവരെ 22 കോൺട്രാക്ട്സ് ടേക്കപ്പ് ചെയ്തതിൽ 15 കംപ്ലീറ്റ് ചെയ്തു, 7 അണ്ടർ കൺസ്ട്രക്ഷൻ. ആക്ടിംഗിൽ അഭിഷേക് ബച്ചൻ, ക്രിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണി, ബിസിനസ്സിൽ GK. ഈ 3 പേരെ എനിക്ക് വലിയ ഇഷ്ടം സാർ. എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിലും ഒരു വിഷമമില്ല സാർ. ഒരു 5 മിനിറ്റെങ്കിലും സാറിനോട് ഇങ്ങനെ സംസാരിക്കാലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നത്. ശ്രുതി, തന്നെ സെലക്ട് ചെയ്യാതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എന്നാലും സോഷ്യൽ സർവീസിനെ പറ്റി തന്റെ ഒപ്പീനിയൻ എന്താ? നമ്മൾ നല്ല സോഷ്യൽ ആയിരിക്കണം. സർവീസ് ചെയ്യുന്നത് ടൈം വേസ്റ്റ്. വളരെ നല്ല ആൻസർ. എന്റെ ഒപ്പീനിയൻ അത് തന്നെ. അനു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്ക്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. യു മേ ജോയിൻ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ. ബോസ് എന്ന് വെച്ചാൽ ശ്രുതിക്കുള്ളതുപോലെ ബഹുമാനം ഉണ്ടാവണം ഏത് സെക്രട്ടറിക്കായാലും. അത് അംഗീകരിക്കാനുള്ള മനസ്സ് ബോസിനും കൂടി ഉണ്ടാവണം. എന്താ പറഞ്ഞത്? കം അഗൈൻ. സാർ നല്ല മനുഷ്യനാണ്, എല്ലാരും പെട്ടെന്ന് മനസ്സിലാക്കും എന്നാ പറഞ്ഞത്. യു ആർ റൈറ്റ്. ടേക്ക് കെയർ ഓഫ് ദിസ്. ഓക്കെ സർ.